കേരളത്തിൽ അങ്ങനെ പഞ്ചഭൂത സ്ഥലങ്ങൾ എന്ന് നമുക്ക് വിശേഷിച്ച് പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ രീതികൾ വ്യത്യാസമുണ്ട്. നമ്മുടെ തന്ത്രാദി രീതികളൊക്കെ ഒരുപാട് വ്യത്യാസമുള്ളത് കൊണ്ട് പഴയ സമ്പ്രദായങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയൊരു നാടാണ് കേരളം എന്നുള്ളത് കൊണ്ട്. കാരണം നമ്മളിന്ന് കാണുന്നതല്ല 14-12 നൂറ്റാണ്ടിന് മുമ്പുള്ള കേരളത്തിലെ ആരാധനാ സമ്പ്രദായങ്ങൾ നമ്മൾ ഇന്ന് അനുവർത്തിച്ചു വരുന്ന തന്ത്രത്തിന്റെ രീതിയോ അല്ലെങ്കിൽ ഈവൻ ക്ഷേത്ര നിർമ്മിതി പോലും ഈ മണ്ണും മരവും പുല്ലും പിന്നീട് കഴുക്കോലിട്ടിട്ടും പിന്നെ ഓടായിട്ട് പോർച്ചുഗീസുകാർ വന്നപ്പോൾ ഓടിട്ടിട്ടും ഒക്കെ നിർമ്മിക്കുന്ന ഈ നിർമ്മിതികളൊക്കെ വരുന്നതിന് മുമ്പ് 12 നൂറ്റാണ്ടിന് മുമ്പുള്ള കേരളത്തിലെ ക്ഷേത്രങ്ങളൊക്കെ കരിങ്കല്ലുകൊണ്ടുണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളിപ്പോഴും തൃത്താല വഴിക്ക് പോകുമ്പോൾ റോഡ് സൈഡിൽ കട്ടിൽമാണം എന്ന് പറഞ്ഞിട്ട് കരിങ്കല്ലിന്റെ ഒരു വലിയ അമ്പലം പോലെ കാണാം. അതൊക്കെ 12 നൂറ്റാണ്ടിന് മുമ്പുള്ളതാണ്. മേൽക്കൂര പോലും കരിങ്കല്ലിന്റെ ഷീറ്റായി. കേരളത്തിൽ ഇന്ന് അത്തരം നിർമ്മിതികൾ വളരെ കുറവാണ്. പത്മനാഭസ്വാമിയിലൊക്കെ പിൽക്കാലത്ത് തമിഴ് രീതിയെ അവലംബിച്ചുകൊണ്ട് ചെയ്തതാണ്. ഇവർ ഗുരുവായൂർ പോലും തമിഴ് സ്ഥപതികൾ ചെയ്തതുകൊണ്ടാണ് നമ്മുടെ ചുറ്റമ്പലം നാലമ്പലത്തിന് ആ രൂപം വന്നത്. കറുപ്പയ്യ സ്ഥപതിയൊക്കെ പോലെ വിവേകാനന്ദ പാറ ഉണ്ടാക്കിയ ആ സ്ഥപതിയെ പോലുള്ളവരാണ് അത് ഉണ്ടാക്കിയത് എന്നുള്ളതുകൊണ്ട് ഒരു തമിഴ് ഛായ വന്നതാണ്. നവഗ്രഹങ്ങൾ ഉണ്ടായിരുന്നില്ല. നമ്മുടെ ഒന്നും ക്ഷേത്രങ്ങളിൽ നവഗ്രഹങ്ങൾ ഉണ്ടായിരുന്നില്ല. കേരള സമ്പ്രദായത്തിൽ നവഗ്രഹം ഇല്ല. പത്മത്തിലൊക്കെ ചിലപ്പോൾ പൂജ വഹിക്കുന്നുണ്ടെന്നല്ലാണ്ട് ഇപ്പൊ ഗുരുവായൂർ നാലമ്പലം കടന്നിട്ട് മേലേക്ക് ആർക്കും മേലേക്ക് നോക്കാൻ സമയമില്ല. കാരണം അകത്തേക്ക് നോക്കാൻ തന്നെ നേരമില്ല. അപ്പൊ മേലെ നോക്കി കഴിഞ്ഞാൽ കടന്നുടനെ ആ വാതിൽ കടന്ന് അകത്ത് കയറിയ നവഗ്രഹങ്ങളെ കാണാം. അത് 70 മുമ്പ് അവിടെ ഇല്ല. 70 മുമ്പ് വേറൊരു സംഭവമായിരുന്നു. അവിടെ പുഷ്പങ്ങളെ കൊണ്ടുള്ള ഒരു വിധാനമായിരുന്നു ഉണ്ടായിരുന്നു. അങ്ങനെ അനവധി മാറ്റങ്ങൾ ക്ഷേത്രങ്ങൾക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഭൂതസ്വഭാവത്തിലുള്ള ക്ഷേത്രങ്ങളൊന്നും നമുക്കിവിടെ അധികം കാണാൻ പറ്റില്ല. പിന്നെ വ്യക്തികൾ ആവാഹിച്ചു കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാവാന്ന് മാത്രം. അതുള്ളത് പിന്നെയും തിരുവഞ്ചിപ്പുഴ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലാണ്. അവിടെ ചിദംബരേശ്വരനുണ്ട്. ആകാശലിംഗത്തിന്റെ പ്രതീകമായിട്ട് ചിദംബരേശ്വരനെ അവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. പക്ഷെ നൃത്തമൂർത്തിയായിട്ടാണ്. അതായത് നടരാജമൂർത്തി. നൃത്തം നടരാജ എന്ന് മനസ്സിലാക്കണം. ഭഗവാന്റെ മന്ത്രത്തിനെ തന്നെ നൃത്തമന്ത്രം എന്നാ പറയാം. അപ്പൊ നമുക്ക് ഏകാംബരനാഥ ക്ഷേത്രം തൊട്ടിട്ടൊന്നും എല്ലാം ഒന്ന് ഓടിച്ചു വരാം. ഈ അരുൾമികു ഏളവാർക്കുഴലി ഉടൈനെன்ற കാഞ്ചി ഏകാംബരനാഥൻ എന്നാ പറയാ. ഏളവാർക്കുഴലി. ഈ ഓരോ സ്ഥലത്തും അമ്മയ്ക്ക് ഓരോ പേരും ഉണ്ടാവും. അമ്മയ്ക്കൊരു പേരുണ്ടാവും. അച്ഛനൊരു പേരുണ്ടെങ്കിൽ അവിടെ അമ്മയ്ക്ക് ഒരു പേരുണ്ടാവും. സുന്ദരേശ്വരൻ മീനാക്ഷി മധുരയിൽ എന്നുള്ളത് പോലെ തമിഴ്നാട്ടിൽ ഈ പഞ്ചഭൂത സ്ഥലങ്ങൾക്കും ഓരോ പേരുണ്ട്. ഏലവാർക്കുഴലി എന്നാണ് ദേവിയുടെ പേര്. അമ്മയുടെ ഈ കുഴലി എന്ന പേര് കണ്ടാ ഉറപ്പിക്കാം മുടിയുടെ ഭംഗിയെ പറയണം. അമ്മയുടെ മുടി അങ്ങനെ നമ്മൾ പറയും ചാട്ട പോലെ കിടക്കണ മുടി എന്ന് പറയും. അതിന് അങ്ങനെ കിടക്കണ മുടിയാണ് ദേവിയുടെ. ആ മുടി അത് ജടയുമാണ്. തപസ്വിനി ആയതുകൊണ്ട് ജടയാണ്. ദേവിക്ക് മകുടം ജടയാണ്. നമ്മൾ സാധാരണ ദേവതയുടെ രൂപം പറയുമ്പോൾ വിഗ്രഹത്തിന് മകുടം പറയും. അത് കരണ്ഠ മകുടം എന്നൊക്കെ പറഞ്ഞിട്ട് പല മകുടങ്ങളായി സാധാരണ രീതിക്ക് മനസ്സിലാക്കാൻ സ്വർണം കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു കിരീടം, അതല്ലെങ്കിൽ ജടാമകുടം എന്ന് പറയും. ഈ ജടാമകുടം വരുന്ന സ്ത്രീ പാർവതിയാണ്. കാളിക്കും ജടാമകുടമാണ്, സ്വർണ്ണ കിരീടമല്ല. ജട കെട്ടി വെച്ചിട്ടാണ്. നമ്മൾ പലപ്പോഴും ധ്യാനിക്കുമ്പോഴും ചിത്രങ്ങൾ വരയ്ക്കുമ്പോഴും ഒക്കെ സ്വർണ്ണ കിരീടം വെച്ചു കൊടുത്തിട്ട് കാണാം. ശരിക്കും ജടയാണ്. അയ്യപ്പസ്വാമിക്ക് ജടയാണ്, ശാസ്താവിന് കിരീടം. വ്യത്യാസം. ജടയായിട്ട് കണ്ടാൽ മനസ്സിലാക്കണത് അയ്യപ്പനാണ്. അത് വിഗ്രഹം പണ്ട് ഉണ്ടാക്കിയ ആൾക്കാർക്ക് അറിയും. ഇന്നിപ്പോ അവിയലാക്കിയതല്ല. പണ്ട് അത് അറിയും കൃത്യമായിട്ട്. വ്യത്യാസം അറിയുമായിരുന്നു. അപ്പൊ അങ്ങനെ പാടൽ പെട്ട സ്ഥലം എന്ന് പറയും തമിഴ്നാട്ടില്. ഈ നായനാർമാര് വന്ന് പാട്ടുകൾ പാടുക. പ്രത്യേകിച്ച് അപ്പര്, സുന്ദര്, തിരുജ്ഞാന സംബന്ധര് തുടങ്ങിയിട്ടുള്ള 4 വന്ന് പാടിയിട്ടുള്ള മാണിക്യവാസക സ്വാമികൾ. ആ 4 പേരും പോയി പാട്ടുകൾ പാടിയിട്ടുള്ള സ്ഥലങ്ങൾ. അവരിങ്ങനെ ക്ഷേത്രങ്ങളിൽ ചേർന്ന് കഴിഞ്ഞാൽ ആ അമ്പലത്തിലെ ഭഗവാനെ കുറിച്ച് അപ്പൊ തന്നെ എഴുതിച്ച് ചൊല്ലുന്ന പാട്ടുകൾ ഉണ്ടാവും. അത് അവരുടെ ശിഷ്യഗണങ്ങൾ എഴുതിയെടുക്കും. അതൊക്കെ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ആ അപ്പരും സുന്ദരും തിരുജ്ഞാന സംബന്ധരും ഒക്കെ പാടിയിട്ടുള്ള പാടൽ പെട്ട സ്ഥലങ്ങളിലാണ്. അതേപോലെ തന്നെ ഈ 108 ദിവ്യദേശത്തിൽപ്പെട്ട കാഞ്ചി വരദരാജ പെരുമാളുമായിട്ട് അടുത്താണ് ഇരിക്കുന്നത്. കാഞ്ചിക്കൊരു പ്രത്യേകതയുണ്ട്. 3 കാഞ്ചി ഉണ്ട് കാഞ്ചിയിൽ. ശിവകാഞ്ചി, വിഷ്ണു കാഞ്ചി, ശക്തി കാഞ്ചി എന്ന് പറയും. കാരണം 3 പേരുണ്ട് അവിടെ. അവിടെ പോയാൽ കിട്ടാത്തതില്ല. 3 പദ്ധതികളുടെയും കേന്ദ്രമാണ് കാഞ്ചി എന്ന് പറഞ്ഞാൽ. അപ്പോ ആ ക്ഷേത്രത്തില്, ഏകാംബരനാഥ ക്ഷേത്രത്തില് ദേവി മണ്ണുകൊണ്ട് ശിവലിംഗം ഉണ്ടാക്കി പ്രതിഷ്ഠിച്ചു എന്നാണ് അതിന്റെ തമിഴിൽ പറയുമ്പോൾ അതിന്റെ വരലാറ് എന്ന് പറയും. ആ ഒരു ഐതിഹ്യം. 1008 ശിവലിംഗങ്ങളുള്ള 1000-കാൽ മണ്ഡപമാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആർക്കിടെക്ചറൽ മാർവൽ എന്ന് പറഞ്ഞത്. അതിന്
3500-ലേറെ വർഷത്തോളം പഴക്കമുള്ള ഒരു മാവിന്റെ കുറ്റി അവിടെ കാണാം. മാവ്, നല്ല പഴക്കമുള്ള ഒരു മാവുണ്ട്. കേരളത്തിൽ അങ്ങനെ വളരെ പ്രാചീനമായിട്ട് ചില വൃക്ഷങ്ങളുള്ള അപൂർവം ചില ക്ഷേത്രങ്ങളുണ്ട്. പലതും നശിച്ചുപോയി. ഇപ്പൊ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എലഞ്ഞിമരം എന്നോ പോയി, 16-ാം നൂറ്റാണ്ടിൽ വീണുപോയി. ഇന്ന് അവിടെയാണ് കൂത്തമ്പലം നിൽക്കുന്നത്. ആ എലഞ്ഞിയുടെ തടി കൊണ്ടാണ് ആദ്യത്തെ കൃഷ്ണാട്ടത്തിന്റെ കിരീടം ഉണ്ടാക്കിയത്, ഒരു വിഗ്രഹം ഉണ്ടാക്കി. ആ കിരീടം കത്തിപ്പോയി സാമൂതിരി തീക്കൊളുത്തി മരിച്ചപ്പോ, ഹൈദരുടെ ആക്രമണ സമയത്ത്. പക്ഷെ വിഗ്രഹം ഇന്നും സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് രഹസ്യ അറയിൽ, പൗരത്ത്. അപ്പോ അവശിഷ്ടങ്ങളായിട്ടേ ഉള്ളൂ, വൃക്ഷം കാണാൻ കിട്ടാറില്ല. ക്ഷേത്രം സ്ഥലവൃക്ഷം ഉണ്ട് എന്ന് പറയാന്നല്ലാണ്ട് നമുക്കത് കാണാൻ കിട്ടാറില്ല. പക്ഷെ ഇവിടെ അത് കാണാൻ പറ്റും എന്നാണ്. തിരുവഞ്ചൂർ ക്ഷേത്രത്തിൽ ഇന്നും ഉണ്ട്. പുറത്ത് കൊന്നക്കൽ ശിവൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, 3ആയിട്ട് പിരിഞ്ഞിട്ടുണ്ട്. കൊന്നയ്ക്ക് എത്ര വർഷം പഴക്കണ്ടെന്ന് അറിയില്ല, എപ്പോഴും പൂത്തിരിക്കും. അതിന് ഇന്ന കാലം വരണമെന്നില്ല, എന്നും പൂതിയാണ്. കൊന്നക്കല ശിവൻ എന്ന് പറയും. അവിടെ ഇത്തിരി മണ്ണെടുത്തിട്ട് തലയിലിടും. പണ്ട് ഞങ്ങളൊക്കെ കുട്ടികളാകുമ്പോൾ അത് ബുദ്ധി കൂടാൻ വേണ്ടിയിട്ട് മണ്ണിട്ട് കഴിഞ്ഞാൽ ബുദ്ധി കൂടുന്ന പറയും. അപ്പൊ അങ്ങനെ അവിടെയാണ് മൂലസ്ഥാനം, ശ്രീമൂലസ്ഥാനം അവിടെയാണ്. അങ്ങനത്തെ ധാരാളം ഉണ്ട്. അതിന് തിരുവടൈ മരുതൂരിൽ അർജുന വൃക്ഷമാണ്, മരുത് വൃക്ഷം. തില്ലൈ വനമായിരുന്നു, തില്ലയാണ് എന്താ പറയാ ചിദംബരത്തെ വൃക്ഷം. ഇങ്ങനെ ഓരോ സ്ഥലത്തിനും സ്ഥലവൃക്ഷങ്ങൾ ഉണ്ടാവും. കാരണം ഈ കാവ് സമ്പ്രദായമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രതീകമാണ് ഈ സ്ഥലവൃക്ഷം എന്ന് പറയുന്നത്. തമിഴ്നാട്ടിൽ പഴയ കാലത്ത് വളരെ വിപുലമായിട്ട് ഉണ്ടായിരുന്നു, നമ്മുടെ അവിടെ ഉണ്ടായിരുന്നു. ഇന്ന് പക്ഷെ നമുക്ക് സ്ഥലവൃക്ഷങ്ങൾ ഇല്ലാണ്ടായി. ശരിക്കും പറഞ്ഞാൽ ഓരോ ക്ഷേത്രത്തിലും ഒരു സ്ഥലവൃക്ഷം വേണം, അതൊരു ഐശ്വര്യം. അങ്ങനെ 3500 വർഷം പഴക്കമുള്ള ഒരു മാവ് അവിടെ ഉണ്ട് എന്ന് പറയുന്നു. ശ്രീപാർവതി അവിടെ ഭഗവാനെ നഷ്ടപ്പെട്ടപ്പോ, ഞാൻ നേരത്തെ പറഞ്ഞത് മാതിരി അതിന്റെ ഐതിഹ്യങ്ങൾ മുഴുവൻ പറയാൻ നിന്നാൽ നമുക്കിന്ന് സമയം കിട്ടില്ല. ഞാൻ ചുരുക്കി പറഞ്ഞിട്ട് ഇതിന്റെ ബെനിഫിറ്റ് പറയാന്നാ പറഞ്ഞത്. എത്രയോ കാലം അമ്മയ്ക്ക് തപസ് ചെയ്യേണ്ടി വന്നു. നമ്മൾ പലപ്പോഴും കരുതുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയിലെ മാതിരി ഒരു കാമുകനും കാമുകിയും പ്രണയിക്കുന്നു, അവരൊരുപാട് കഷ്ടപ്പെടുന്നു, വില്ലൻ വരുന്നു, അവരെ പിരിക്കാൻ നോക്കണു, കുടുംബക്കാരെ പിരിക്കാൻ നോക്കണു, അവസാനം എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചിട്ട് അവർ വിവാഹം കഴിക്കണു, മംഗളം ശുഭം, ബഷീർ പറഞ്ഞതുമാതിരി ദി എൻഡ്. ഇതാണ് നമ്മൾ വിചാരിക്കുന്നത്. ജീവിതത്തിലും അങ്ങനെയല്ല. അതിനേക്കാൾ ഉപരി അമ്മയുടെ അച്ഛന്റെയും കാര്യത്തിൽ ഒരിക്കലും അങ്ങനെയായിരുന്നില്ല. നമ്മുടെ വിചാരം എന്താ, 13 വയസ്സുള്ള ഒരു പെൺകുട്ടി കന്യക 5 വയസ്സ് തൊട്ട് 13 വയസ്സ് വരെയും വീണ്ടും തപസ് ചെയ്തിട്ടാണ് ശിവനെ ആദ്യം വിവാഹം ചെയ്തത്. അതോടുകൂടിയിട്ട് ഹാപ്പി എൻഡിങ് ആയി എന്ന് വിചാരിക്കരുത്. ഇങ്ങൊരു പ്രത്യേക സ്വഭാവമുള്ള ഒരാളാണ്. അമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട്, ദുർവാസ സംഭവതിമേൽ അങ്ങയുടെ കൂടെയുള്ള ജീവിതം വളരെ ശ്രദ്ധിച്ചേ പോകാൻ പറ്റൂ. കാരണം ആത്മാവ് അങ്ങനെയാണ്. ആത്മാവ് സർവതന്ത്ര സ്വതന്ത്രനാണ്. അത് പ്രകൃതിയിൽ ബന്ധപ്പെട്ടിരിക്കാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. പ്രകൃതി അമ്മയാണ്. അമ്മയാണ് ഇങ്ങനെ ചേർത്ത് പിടിച്ച് പോരുത് എന്ന് പറഞ്ഞ് നിർത്തണത്. അതുകൊണ്ട് തരം കിട്ടിയാൽ അവിടെ ഒരു വിരഹം സംഭവിക്കും. ഒന്നുമില്ലെങ്കിൽ ഭഗവാൻ പോകും, അല്ലെങ്കിൽ അമ്മയെ ഇറക്കി വിടും. നീ കണ്ണടച്ചു എന്നെ, നീ അവിടേക്ക് നോക്കി, ഞാൻ പറയുമ്പോൾ ഒന്ന് ശ്രദ്ധ മാറി. ഭഗവാൻ വളരെ നിർബന്ധമാണ്. ഒരു കാര്യം പറയുമ്പോൾ പൂർണ്ണ ശ്രദ്ധയോടുകൂടി കേൾക്കട്ടോ. അല്പം ഏതെങ്കിലും ആൾ അപ്പുറത്ത് കൂടെ ഒരു ഹാൻഡ് ബാഗ് നല്ലത് പിടിച്ച് പോണ കേട്ടോ, തലതിരിക്കുന്ന നമ്മുടെ സ്വഭാവം. ഭഗവാനാണ് വ്യാസപീഠത്തിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ വിവരം അറിയും. പിന്നെ വല്ല തവളയായിട്ടോ എലിയായിട്ടോ ഒക്കെ കുറച്ചു നേരം ജീവിക്കാം. അപ്പോ ആത്മാവിന്റെ സ്വഭാവം, ഞാൻ ഭഗവാനെ ഒരു വ്യക്തിയായിട്ട് ഒരു രസത്തിനും നമ്മുടെ മനസ്സിൽ സ്നേഹം കൂട്ടാൻ വേണ്ടി പറയാം. പക്ഷേ ആ ചൈതന്യം എന്ന് പറയുന്നത്, ആത്മാവിന്റെ പവർ അവിടെ കിടക്കണം, അതിന്റെ ശുദ്ധി അവിടെ കിടക്കണത്. അത് അല്പം പോലും പ്രകൃതിയുടെ ഒരു ഭ്രംശം പോലും അത് സമ്മതിക്കില്ല. അതുകൊണ്ട് ശപിച്ചു കളയും. അങ്ങനെ പല ഭട്ടമാണ് ശപിച്ചിരിക്കും. ഞാൻ പല പ്രഭാഷണങ്ങളും തമാശയ്ക്ക് പറയാറുണ്ട്. ആ തിരുവളയാടൽ സിനിമയില് എപ്പോഴും ഞാൻ പറയാറുള്ളതാണ്, മുരുകൻ കലഹിച്ചിട്ട് പഴനിമല്ല മുകളിൽ വന്ന് നിൽക്കുമ്പോ ശ്രീപാർവതി വന്നിട്ട് വിളിച്ചുകൊണ്ട് പോകാൻ പോകും. മുരുകൻ പറയും, ഞാൻ വരില്ല, എൻ നാട്, എൻ മക്കൾ, എൻ മൊഴി എന്ന് പറഞ്ഞ് ഞാൻ ഇരിക്കുന്ന പറഞ്ഞത്. എനിക്ക് ബാക്കിയുള്ളവരൊക്കെ അച്ഛനെ പറഞ്ഞ കേൾക്കണേണ്. അവരൊക്കെ എന്നെ കാണുന്നത് അങ്ങോരുടെ മകനായിട്ടാണ്. എനിക്കത് പറ്റില്ല. ഞാൻ പറയണ, എന്റെ കാലിൽ വീണ് ഞാൻ ഭരിക്കുന്ന ഒരു സ്ഥലം എനിക്ക് വേണം. അതിനാണ് ഞാൻ പഴനിയിൽ വന്നിരിക്കണം എന്ന് പറയും. അതിന് അമ്മ, അത് സാവിത്രിയാണ് അത് അഭിനയിച്ചിരിക്കുന്നത്. അത് ഡയലോഗ് എഴുതിയിരിക്കുന്നതാണെങ്കിലും അത്രയും ഉള്ളിൽ തട്ടുന്ന ഒരു ഡയലോഗ്. എത്ര സത്യം. നീ ഇതിനൊക്കെ കലഹിക്കണമല്ലോ, ഉന്നപ്പ എന്നെ എവ്വളവ് ചോദിച്ചിരിക്കാൻ தெரியுமான்னு ചോദിക്കും. നിന്റെ അച്ഛൻ എന്നെ എത്ര പരീക്ഷിച്ചു നടക്കറിയും, എന്നിട്ട് ഞാൻ അച്ഛനെ ഇട്ടിട്ട് പോയില്ലല്ലോ. അതിന്റെ മുകളിൽ സ്നേഹിക്കണ ഒരു ഭാര്യയും ഭർത്താവിന് ഈ പ്രപഞ്ചത്തിൽ കാണാൻ പറ്റില്ല. കാരണം എന്നും അവനവനിലേക്ക് തന്നെ ചിന്തിച്ച് ഫോക്കസ്ഡ് ആയിരിക്കുന്ന ഒരു ഭർത്താവ്.
ആ ഭർത്താവിന്റെ കൈ പിടിച്ച് വരൂ, നമ്മുടെ മക്കളുടെ അടുത്ത് പോവാം, അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞ് നമ്മുടെ അടുത്തേക്ക് ആ കൈ പിടിച്ചു കൊണ്ടുവരുന്നത് ആ അമ്മയാണ്. അമ്മ ഇല്ലാന്നുണ്ടെങ്കിൽ ശിവൻ അപ്രാപ്യനാണ്, മനുഷ്യനാണ്, കിട്ടില്ല ഭഗവാനെ. സാംബശിവനായിട്ടേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ കിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോ ദേവിക്ക് വിരഹം ഭഗവാനെ നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യും? നമുക്കേ ഭഗവാനെ കൊണ്ടു തരുന്നത് അമ്മ, ആ അമ്മയ്ക്ക് ഭഗവാനെ നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യും? ഭഗവാൻ പറയും, നിനക്ക് ഒരു കർമ്മദോഷം സംഭവിച്ചു, ആ കർമ്മദോഷം മാറാൻ നീ ഇത്ര 1000 വർഷം ഇന്നവിടെ പോയി തപസ് കിട്ടുക. അങ്ങനെ തപസ് ചെയ്യാൻ പറഞ്ഞേക്കും. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ജ്ഞാനകലികാ സ്തോത്രം പറഞ്ഞു ത്രിപുരാരഹസ്യത്തില്, അത് വന്നിട്ടില്ല, അപ്ലോഡ് ആയിട്ടില്ല. അതിലും ദേവി തപസ് ചെയ്യാൻ പോവാണ്, നർമ്മദയുടെ തീരത്ത് പോയിരുന്നിട്ട് തപസ് ചെയ്യണം ഭഗവാനെ. ത്രിപുരയാണ് പ്രത്യക്ഷപ്പെടുന്ന സമയത്ത്. എപ്പോഴും അമ്മയ്ക്ക് തപസ്സ, യോഗിനിയാണ്. അതാണല്ലോ സ്വയംവര മന്ത്രത്തിൽ നമ്മൾ യോഗിനി എന്ന് വിളിക്കുന്നത്, സദാ യോഗിനിയാണ്. അങ്ങനെ അമ്മ വന്ന് തപസ് ചെയ്ത സ്ഥലം, അമ്മ തപസ് ചെയ്ത് ഭഗവാനുമായിട്ട് വീണ്ടും ഒന്നായ സ്ഥലമായതുകൊണ്ടാണ് ശിവകാഞ്ചിക്ക് ഇത്രയ്ക്ക് പ്രാധാന്യം. ഏകാംബരനാഥ് അവിടെ ഭൂമി തത്വം, ആദ്യം ഞാൻ റിവേഴ്സിലാണ് വരുന്നത്, ഭൂമി തത്വം. അത് കഴിഞ്ഞാൽ പാനൽപെട്ട സ്ഥലങ്ങളിൽ പെട്ട അപ്പുലിംഗം, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ജംബുകേശ്വരം അഥവാ തിരുവാനൈക്കാവൽ, ആനകൾ കാവൽ നിന്ന സ്ഥലമായതുകൊണ്ട് അതിന് ആനിക്കാവൽ എന്ന് പേര്. 2000 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ്. ഇവിടെ 9 തീർത്ഥങ്ങളുണ്ട്. അവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ അവിടെയും അമ്മ വെള്ളത്തിനെ കൈകൊണ്ട് കൂട്ടിയിട്ട്, ആലോചിച്ച് നോക്കണം, തമിഴ്നാട്ടിൽ ഐസില്ല, തമിഴ്നാട്ടിൽ ഐസില്ല. അമ്മ ജലം കൊണ്ട് ശിവലിംഗം ഉണ്ടാക്കി. ജലം ശിവലിംഗമായിട്ട് ഉറച്ചു നിൽക്കണമെങ്കിൽ ആ തപസ് എന്തായിരിക്കണം അല്ലെ? ഒരു ഗുഹ പോലെയാണ്. നമ്മൾ അതിന്റെ അകത്ത് തൊഴാൻ ചെല്ലുമ്പോൾ പടികൾ ഇറങ്ങി അകത്ത് ചെന്ന് ഏതാനും പേർക്കേ നിൽക്കാൻ പറ്റുള്ളൂ. അതിന്റെ ഉള്ളിൽ ഇങ്ങനെ ശിവലിംഗം കാണാൻ, അതിന്റെ താഴെ വെള്ളം ഇങ്ങനെ ഊറിക്കൊണ്ടിരിക്കും. ഒരു സ്പ്രിങ് ഉണ്ട് അവിടെ, നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്പ്രിങ്, ഒരു ജലധാര അതിന്റെ അടിയിലുണ്ട്. അതുകൊണ്ട് നമ്മൾ വെള്ളത്തിൽ ചവിട്ടിയിട്ടാണ്. ചില സമയത്ത് നല്ലോണം വെള്ളമുണ്ടോ. ഇതിൽ രസം എന്താ വെച്ചാൽ ദിവസത്തിൽ ഒരു നേരത്തെ പൂജയ്ക്ക് ദേവിയുടെ പണ്ടത്തെ പൂജയെ ഓർമ്മിപ്പിക്കാൻ പ്രധാന പൂജാരി പൊട്ടൊക്കെ കുത്തി നല്ല സാരിയെ കൊടുത്ത് സ്ത്രീവേഷം കെട്ടിയിട്ടാണ് പൂജ കഴിക്കുന്നത്. അവിടെ ശിവനെ പൂജ കഴിക്കണമെങ്കിൽ സ്ത്രീയായി മാറണം. കൃഷ്ണനെ പുരുഷനുള്ളൂ, ബാക്കി ലോകത്തുള്ളതൊക്കെ സ്ത്രീയാ പറയും, എന്നാലേ എത്ര കൃഷ്ണനെ കിട്ടുള്ളൂ. അതുപോലെ ആത്മാവ് ഒന്നേ ഉള്ളൂ, അത് പുരുഷൻ. പുരത്തിൽ ശയിക്കുന്നവൻ പുരുഷൻ, പുരുഷ ശരീരം. അപ്പൊ ബാക്കി ഈ ശരീരമായിട്ട് നടക്കണ നമ്മളൊക്കെ സ്ത്രീയാണ് എന്നാണ് പറയുക. അപ്പൊ ആ ഭാവം തന്നെയാണ് ഈ ജംബുലിംഗം എന്ന് പറയുന്ന, അഥവാ അപ്പുലിംഗം, ജംബുലിംഗം എന്നൊക്കെ പറയുന്നത് ഈ ജലലിംഗത്തിനെയാണ് പറയണത്. അവിടെ 9 തീർത്ഥങ്ങളാണ് ഉള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത മാത്രം പറഞ്ഞു പോവാണ്, കൂടുതൽ പറയില്ല. അവിടെയും ദേവി ഇതേമാതിരി ഭഗവാനെ ഒരിക്കൽ നഷ്ടപ്പെട്ട് തപസ് ചെയ്ത് നേടിയ സ്ഥലമാണ്. അമ്മ പ്രകൃതിയാണെന്ന് ഞാൻ പറഞ്ഞു. ഓരോ ഭൂതസ്വഭാവം നഷ്ടപ്പെടുമ്പോഴും ആ ഭൂതരൂപത്തിലുള്ള ശിവനെ പിടിച്ചെടുത്ത സ്ഥലമാണത്. പൃഥ്വിതത്വം നഷ്ടപ്പെട്ടപ്പോൾ പൃഥ്വിതത്വം പിടിച്ചെടുത്തത് ഏകാംബരനാഥനിലാണെങ്കിൽ, ജലതത്വം നഷ്ടപ്പെട്ടപ്പോൾ പ്രകൃതി അത് പിടിച്ചെടുത്തത് ജംബുകേശ്വരത്ത് വെച്ചാണ്. അങ്ങനെ വേണം മനസ്സിലാക്കാൻ. ഞാൻ സാധാരണ തത്വം കൂടുതൽ പറയണതാണ്, ഇവിടെ കുറവാണ്, എന്നാലും കുറച്ച് ഇട്ടില്ലെങ്കിൽ ഇതിന്റെ അർത്ഥം മനസ്സിലായി. വെറുതെ കഥ കേട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് ഇനി അടുത്ത തവണ അവിടെ പോയിട്ട് തൊഴുമ്പോൾ അത് അറിഞ്ഞു തൊഴുമ്പോൾ ഒരു സന്തോഷമല്ലേ. പിന്നെ പ്രസിദ്ധമായിട്ടുള്ള തിരുവണ്ണാമല. തിരുവണ്ണാമലയ്ക്ക് എന്താ ഇത്ര പ്രശസ്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഈ 5 ലിംഗങ്ങൾക്കും പ്രാധാന്യമുണ്ട്. തിരുവണ്ണാമല കൂടുതൽ പോപ്പുലറായി എന്ന് മാത്രം. പലരും തിരുവണ്ണാമല ഇതിന്റെയൊക്കെ മുകളിൽ കൊണ്ട് വെക്കണ പ്രവണത മോഡേൺ കാലത്ത് പ്രഭാഷണങ്ങളൊക്കെ കാണാറുണ്ട്. പ്രാമാണികമായിട്ട് ഭഗവാന് തുല്യ പ്രാധാന്യമാണ് ഈ സ്ഥലങ്ങളിൽ. പക്ഷെ അഗ്നിക്കൊരു വിശേഷമുണ്ട്. മറ്റു ഭൂതങ്ങളെയൊക്കെ നമുക്കൊരു മാലിന്യം ഇട്ട് നശിപ്പിക്കാൻ പറ്റും. പൃഥ്വിയിൽ ഒരു മാലിന്യം വലിച്ചെറിഞ്ഞാൽ പൃഥ്വി നശിച്ചു, ജലത്തിൽ മാലിന്യം ഇട്ടാൽ അതും നശിച്ചു, വായുവില് ദുർഗന്ധം കൊടുത്താൽ അതും നശിച്ചു, ആകാശത്തൊരു മോശം വാക്ക് പറഞ്ഞാൽ മതി ആകാശം നശിച്ചു. അഗ്നിയിൽ എന്തിട്ടാലും കത്തി ചാമ്പലാക്കി ശുദ്ധാക്കി. അഗ്നിക്ക് മാറ്റം വരും. അതുകൊണ്ട് തിരുവണ്ണാമലയ്ക്ക് ആ അർത്ഥത്തിൽ വലിയ വിശേഷം. അവിടെ ഭഗവാൻ പ്രസിദ്ധമായിട്ടുള്ള കഥയാണ്, നമുക്കൊക്കെ അറിയാം. ബ്രഹ്മാവിനും മഹാവിഷ്ണുവിന്റെയും മഹിമ ആർക്കാണെന്നുള്ള മത്സരം വന്നപ്പോൾ ഭഗവാൻ അഗ്നിസ്തംഭമായിട്ട് പ്രത്യക്ഷപ്പെട്ടതും പിന്നീട് ലോകത്തിനത് താങ്ങാൻ പറ്റാത്തതായതുകൊണ്ട് ആദ്യം പർവ്വതരൂപിയായതും ആ പർവ്വതത്തിനെയും ആരാധിക്കാൻ ആൾക്കാർക്ക് ബുദ്ധിമുട്ട് വന്നപ്പോൾ ലിംഗരൂപിയായതും അവിടുന്ന് മാറി പിന്നെ ഇന്നത്തെ ലിംഗമായതും. അങ്ങനെ കഥകളുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ലൈൻ ടെമ്പിൾ കോംപ്ലക്സുകൾ ഒന്നാണ് തിരുവണ്ണാമല ക്ഷേത്രം, അരുണാചല ക്ഷേത്രം. ഏറ്റവും വലിയ ജീവനുള്ള ഇന്നും ആരാധന നടക്കുന്ന ക്ഷേത്രം ശ്രീരംഗമാണ്.
ശ്രീരംഗം ക്ഷേത്രം കഴിഞ്ഞാൽ പിന്നെ വരുന്ന വലിയ മഹാക്ഷേത്രങ്ങളില്ല. ശിവന്റെ ക്ഷേത്രങ്ങൾ ഒരുപക്ഷെ ഏറ്റവും വലിയ ക്യാമ്പസുകളിലൊന്നും 25ഓളം ഏക്കർ തന്നെ പ്രോപ്പർലി ഡിവോട്ടഡ് ഫോർ ദ ടെമ്പിൾ എന്നുള്ളതാണ്. ചിദംബരത്തിന് അതിൽ കൂടുതലാണ്, പക്ഷെ ക്ഷേത്രം നിൽക്കുന്ന ഏരിയ കുറച്ച് കുറവാണ് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പൊ അങ്ങനെ അഗ്നിയെ പ്രതിനിധീകരിക്കുന്ന ഈ മഹാക്ഷേത്രം ലോകപ്രസിദ്ധമാണ്, എല്ലാവർക്കും അറിയാം. പിന്നെ രമണ ഭഗവാന്റെ ആവാസം കൊണ്ടും അതിന് നമ്മുടെ കാലഘട്ടം ആയപ്പോഴേക്കും വളരെ വിശേഷമായിട്ടുള്ള ഒരു പേരും പ്രശസ്തിയും ഒക്കെ ഉണ്ടായി. ഭഗവാന്റെ ആ അഗ്നിസ്തംഭത്തിന്റെ പ്രതീകമായിട്ട് കാർത്തിക ദീപത്തിന് മലയുടെ മുകളിൽ ദീപം തെളിയിക്കും, വിശേഷമായിട്ടുള്ള ദീപം തെളിയിക്കും. വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാനെ പുറത്തേക്ക് എഴുന്നള്ളിക്കുമ്പോൾ പിടിക്കുന്ന ബെൽജിയൻ വെൽവെറ്റ് കൊണ്ടുള്ള സ്വരോവിസ്കയുടെ ക്രിസ്റ്റൽസ് ഒക്കെ വെച്ചിട്ടൊരു കൊട എൻ്റെ ഒരു സുഹൃത്ത് ഒരു ഫ്രഞ്ചുകാരനാണ് ചെയ്തത്. അതില് മഹാദേവന്റെ 10 ആയുധങ്ങളുടെ വിന്യാസം ഞാൻ വരച്ചതാണ്. അതേപോലെ അത് എംബ്രോയിഡറി ആക്കിയത് എൻ്റെ അനിയത്തിയുണ്ട്. അതുകൊണ്ട് എനിക്ക് വൈകാരികമായിട്ട് വലിയ ബന്ധമുള്ള ഒരു ക്ഷേത്രമാണ് തിരുവണ്ണാമല ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണ്. അങ്ങനെ ഇന്നും ആ കൊടയുടെ കീഴിലാണ് ഭഗവാൻ കാർത്തിക ദീപം കാണാൻ വേണ്ടിയിട്ട് പുറത്തെ മണ്ഡപത്തിൽ വന്നിരിക്കുക. അപ്പോഴാണ് മരണമുള്ളത് കൊളുത്തുന്നത്. ഒരുപാട് അനുഭവങ്ങളുള്ള ഒരു ക്ഷേത്രമാണ്, പ്രദേശം തന്നെയാണ്. ഈ അരുണാചലത്തിനെ ഗിരിവലം വെക്കുക എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ കർമ്മം. ഗിരിവലം വെക്കുന്നതിൽ വളരെ വിശേഷമായിട്ടുള്ള ഗിരിവലങ്ങളുണ്ട്. പണ്ടൊരിക്കൽ ഞങ്ങൾ അവിടെ ചെന്ന സമയത്ത് ഇസക്കി എന്ന് പറയുന്ന ഒരു സിദ്ധൻ 64 വട്ടം ഗിരിവലം വെച്ചു എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ വിചാരിച്ചു എന്താ 64 വട്ടം ഗിരിവലം വെക്കപ്പോ 64 തവണ അത്രയും നടന്നാ പോരെ? അല്ല, അംഗപ്രദക്ഷിണമാകും പണ്ഡിനാ പറഞ്ഞു. ശയനപ്രദക്ഷിണമായിട്ടാണ് അത്ര 64 പ്രാവശ്യം ഗിരിവലം വെച്ചിരിക്കുന്നത്. അപ്പൊ അന്നത്തെ കാലത്ത് പ്രോപ്പർ റോഡ് പോലും ഇല്ലാത്തൊരു കാലത്ത് അദ്ദേഹം ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന്റെ തപസ് എന്തായിരിക്കും? പഴനി പോലെയാണ്, രഹസ്യ സ്വഭാവമുള്ള അനവധി സിദ്ധന്മാരിരിക്കുന്ന സ്ഥലമാണ് തിരുവണ്ണാമല ക്ഷേത്രം. അന്വേഷിച്ചു പോകുന്നവൻ എന്തെങ്കിലും കിട്ടും, കിട്ടാതിരിക്കില്ല. അത്ര ശക്തിയുള്ളൊരു സ്ഥലം. രമണ ഭഗവാൻ 13 വയസ്സിൽ മധുരയിൽ നിന്ന് തീവണ്ടി കയറി വന്നിട്ട് ആ തുറന്നു കിടക്കണ പ്രാകാര ഗോപുരങ്ങളുടെ ഉള്ളിൽ കൂടെ വന്നിട്ട് ആരും തടഞ്ഞില്ല. എങ്ങനെയോ ശ്രീകോവിലിന്റെ മുന്നിലെത്തി. ഇത്തിരി ചെരിവുണ്ട് അവിടുത്തെ ശിവലിംഗത്തിന്. ഇങ്ങനെ ഇരിക്കണം ഭഗവാൻ, ഇങ്ങനെ ഇരിക്കുന്നത് ഇങ്ങനെയാണ്, ഒരു കയറിട്ടിട്ട് ഒന്ന് വലിച്ച ഇരിക്കണ മാതിരിയാണ് ഇരിക്കുക. ആ ശിവലിംഗം കണ്ടോണ്ട് എന്റെ അപ്പനേന്ന് പറഞ്ഞ് പോയിട്ട് അങ്ങനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞോണ്ട് ശിവലിംഗം കെട്ടിപ്പിടിച്ചോണ്ടിരുന്നു. ആരും കണ്ടൂല്ല, ആരും തടഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് കുറെ നേരം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇറങ്ങി അങ്ങനെ പുറത്തു പോയിട്ട് ആ ക്ഷേത്രവളപ്പിൽ തന്നെയുള്ള പാതാള ശിവലിംഗം എന്ന് പറഞ്ഞ ഒരു ഗുഹയുണ്ട്, അവിടെ പോയിരുന്നിട്ടാണ് പിന്നെ തപസ്. പിന്നെ ഇത്രയും വർഷം അദ്ദേഹം തിരുവണ്ണാമലയിൽ ഇരുന്നില്ല. ഒരിക്കൽ പോലും അദ്ദേഹം ഭഗവാനെ തൊഴാൻ വേണ്ടി അതിനുള്ളിൽ പോയിട്ടില്ല. പോകേണ്ട ആവശ്യമില്ല. നമുക്കാണ് 5000 തവണ ഗുരുവായൂർ വരേണ്ട ആവശ്യം. പാകപ്പെട്ടവൻ ഒരൊറ്റ തവണ വന്നാൽ മതി, ഒരേ ഒരു തവണ. അങ്ങനെ ഒരേ ഒരു തവണ വരാൻ സാധിക്കുന്ന കാലത്താണ് നമ്മളൊക്കെ ഭക്തൻ എന്ന വിശേഷണത്തിൽ അർഹനാവും. അപ്പം എന്താണെങ്കിലും ആ ഗിരിവലം വെക്കാന്ന് പറഞ്ഞ ഒരു വിശേഷ കർമ്മമാണ്. ഇനി സുബ്രഹ്മണ്യ സ്വാമിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. അതിന്റെ മുരുകന്റെ കോവിലിന്റെ ഗോപുരത്തിന്റെ മുകളിൽ കയറിയിട്ട് അരുണഗിരി താഴേക്ക് ചാടിയിരുന്നു. അങ്ങനെ പിടിച്ച് കുത്തുകല്ല് വരെ ഇരുത്തിയില്ലേ, ചുമ്മാ എന്ന് പറഞ്ഞിട്ട്. ഞാൻ അനവധി തവണ പറഞ്ഞ കഥയാണ്. അന്തരനുഭൂതി മുഴുവൻ പറഞ്ഞു വെച്ചാൽ യൂട്യൂബിൽ കിടപ്പുണ്ട്, താല്പര്യമുള്ളവർക്ക് കേൾക്കാം. അരുണഗിരി അത്ര വൃത്തികെട്ട ജീവിതമാണ് നയിച്ചിരുന്നതെന്നും മുരുകൻ എങ്ങനെ തിരിച്ചു കൊണ്ടുവന്നുവെന്നും കുഷ്ഠരോഗം മുഴുവൻ മാറിയപ്പോ തപസ്സെന്ന് ഉണർന്നപ്പോ നീ എന്നെ പറ്റി പാടുകയെന്ന് പറഞ്ഞു. ഞാൻ എന്ത് പാടാനാണ്? ഞാൻ സ്ത്രീ സൗന്ദര്യം പാടി കവിതയെ നശിപ്പിച്ചില്ലേ പറഞ്ഞു. നാക്ക് നീട്ടേ പറഞ്ഞു. വേല് തിരിച്ചു പിടിച്ച് നാക്കിൽ എഴുതി ഓംകാരം എഴുതി ഇനി പാടുക. ആ ഇനി പാടുകയെന്ന് പറഞ്ഞപ്പോ ആ തിരുവണ്ണാമല ക്ഷേത്രത്തിൽ നിന്ന് പാടിയതിന് മുത്തൈ തിരുമത്തി തിരുനകൈ അത്തിക്കിര ശക്തി ചരവണമുത്തൊരു വിത്തു ഗുരുവരയനബോധം. ഇങ്ങനെ വിശേഷമായിട്ടുള്ള അനവധി കഥകളുള്ള തിരുവണ്ണാമല ക്ഷേത്രം. അത് കഴിഞ്ഞാൽ പ്രസിദ്ധമായിട്ടുള്ള ശ്രീകാലഹസ്തി. തിരുപ്പതിയിൽ നിന്ന് നമ്മളൊരു 14 കിലോമീറ്റർ ദൂരേക്ക് ചെല്ലുമ്പോൾ വിജയനഗരം സാമ്രാജ്യം പുതുക്കിപ്പണിത ഒരു ക്ഷേത്ര സ്ട്രക്ചർ എന്നുള്ളത്. അവിടുത്തെ ഗോപുരം കഴിഞ്ഞ കുറച്ച് വർഷം 2007 ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് ആ ഗോപുരം ഇങ്ങനെ ചെരിഞ്ഞു നിൽക്കുകയും അത് കഴിഞ്ഞ് കുറച്ച് കൊല്ലം മുമ്പ് അറിഞ്ഞു കെട്ടി വീഴും, പൊളിഞ്ഞ് തവളായി. അതിൽ 1-2 പേര് മരിക്കുകയും ചെയ്തു. ഇപ്പൊ പുനർനിർമ്മാണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ ഗോപുരം പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. മീനാക്ഷിയുടെ തെക്കേ ഗോപുരം പോലെയാണ്. എപ്പോ പണി കഴിയുമെന്ന് ചോദിച്ചാൽ അറിയില്ല. അത് പൂർത്തിയായ ലോകാവസാനം എന്നൊക്കെയാണ് ഇപ്പൊ പറഞ്ഞു വരുന്നത്. അപ്പൊ അങ്ങനെ ഉള്ള ഒരു ക്ഷേത്രം, വായുലിംഗം ഇരിക്കുന്ന സ്ഥലം. ശ്രീകാലഹസ്തി എന്ന് പൂർണ്ണമായിട്ടും പറയണം. അവിടെ വെറുതെ നമ്മൾ ഒരാളെ പേരിന് പറയുമ്പോൾ ആ ശ്രീ ചേർത്ത് പറയൂ. നമ്മളെങ്ങനെയാണ് ഇവിടെ ഒരാളുടെ പേരിന്റെ മുന്നിൽ ഇവിടെ സർവശ്രീ എന്ന് വെക്കണം.
സ്വാമിച്ചിരിക്കുന്നു. സർവശ്രീ എന്ന് വെക്കണം ബ്രോഷറിൽ എന്ന് പറഞ്ഞിട്ട് പ്രശ്നമാണ് ഇവിടെ ആൾക്കാർക്ക്. പക്ഷെ ഈ ശ്രീ എന്ന് വെക്കുന്നത് ഒരു കാരണം കൊണ്ടാണ്. കാളഹസ്തി ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തി അമ്മയെന്നല്ല, ശരി, അമ്മ പ്രതിഷ്ഠിച്ച ലിംഗമാണ് എന്ന് സൂചനയുള്ളൂ. പക്ഷെ അത് ലോകത്തിന് വെളിപ്പെട്ടത് വളരെ വിശേഷമായിട്ടുള്ള രീതിയിൽ. ഈ കാളഹസ്തി ക്ഷേത്രത്തിന്റെ പുറകിൽ ഒരു മലയുണ്ട്, അവിടെ ഒരു ശിവലിംഗുണ്ട്. അവിടെയാണ് അർജുനൻ പാശുപതാസ്ത്രത്തിന് തപസ് ചെയ്തതെന്നൊരു സങ്കല്പം. ആ ശിവലിംഗത്തിലാണ് പന്നിയുടെ രക്തമെറ്റ് വീഴുന്ന മാംസം കയ്യിൽ കൊണ്ടുവന്ന് മുടിയില് പൂക്കൾ തിരികെ വെച്ച് വായിൽ വെള്ളം നിറച്ച് വന്ന് കണ്ണപ്പം തുപ്പി അഭിഷേകം ചെയ്യുകയും മുടി കൊടഞ്ഞ് പുഷ്പങ്ങൾ ഇടുകയും പന്നിമാംസം നേദിക്കുകയും ചെയ്തിരുന്ന സ്ഥലം. അവസാനം ഭഗവാന്റെ കണ്ണ് പോയപ്പോ തന്റെ കണ്ണ് ചൂഴ്ന്നെടുത്ത് വെച്ചു കൊടുത്തു. ഇത് നടന്നത് ആ മുകളിലുള്ള മലയിലാണ്. നമ്മൾ ഈ കാളഹസ്തി ക്ഷേത്രത്തിന്റെ ഉള്ളിൽ നടക്കുമ്പോൾ ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ എത്തുമ്പോൾ ഒരു കിളിവാതിൽ കാണാം. അതിനി പോകുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. വെറുതെ തൊഴുത് പുറത്തിറങ്ങാൻ ഒരാളെങ്കിലും ചോദിച്ചാൽ പറഞ്ഞുതരും. ആ കിളിവാതിൽ കൂടെ നമ്മളൊരു ആംഗിൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ കാണാം ആ മല, ആ ശിവലിംഗം. അവിടുന്ന് അത് ദർശിക്കുന്നത് വളരെ വിശേഷമാണ്. ഒരു കിളിവാതിലുണ്ട് ഈ മേൽക്കൂരിൽ. കാളഹസ്തി ക്ഷേത്രത്തിന്റെ ഉള്ളിലുള്ള ലിംഗം വായു ആയതുകൊണ്ട് അതിൽ പൂജാരിക്ക് പോലും സ്പർശിക്കാൻ പാടില്ല, കാരണം അത് പൊടിഞ്ഞു. വളരെ നൈസായിട്ടുള്ള ഒരു മെറ്റീരിയലാണത്. അത് എന്താ മെറ്റീരിയൽ എന്ന് ആർക്കും അറിയില്ല. അതിന്റെ മുന്നിൽ ഒരു കവചം വെച്ചിട്ടുണ്ട്, 9 പടി. അതിന് നവഗ്രഹ പടി എന്ന് പറയും. ഒരു കോണി പോലെ ഉണ്ടാവും, ഒരു ഏണിപ്പടി വരും. നിങ്ങൾ ഈ ശിവന്റെ ലിംഗങ്ങളുടെ ചില ഫോട്ടോസ് എടുത്ത് നോക്കിയാൽ കാളഹസ്തി ക്ഷേത്രത്തിന്റെ കണ്ട ഒരു ഏണിപ്പടി വെച്ചിട്ടുള്ള പോലെ ഉണ്ടാവും. 9 പടി ഉണ്ടാവും, നവഗ്രഹ പടി. അതിലാണ് അലങ്കാരമൊക്കെ ചെയ്യുന്നത്. അതിൽ നിന്ന് കാറ്റ് സദാ വഹിച്ചുകൊണ്ടിരിക്കും. അത് പറയുമ്പോൾ തന്നെ ഉണ്ടാവും അതിന്റെ അന്തരീക്ഷം കാണിക്കരുത്. വായു സദാ വഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഉള്ളിലുള്ള അടച്ചു കെട്ടിയിട്ടുള്ള ശ്രീകോവിലിനുള്ള സകല വിളക്കുകളും വിറച്ചുകൊണ്ടിരിക്കുന്നതാണ്. എപ്പോ നോക്കിക്കഴിഞ്ഞാലും എവിടുന്ന കാറ്റ് വരണം നമുക്കറിയില്ല. ആ കേറുന്ന ഭാഗത്ത് നിന്ന് ഇടതുവശത്ത് കണ്ണപ്പ നായനാരുടെ ഒരു പ്രതിമ കാണാം. കാളഹസ്തി രാഹുക്ഷേത്രം കൂടിയാണ്. അതുകൊണ്ടാണ് അവരുടെ രാഹുകേതു ദോഷത്തിനുള്ള പൂജയ്ക്ക് അവിടെ പോകുന്നത്. അതിന്റെ ഉത്ഭവം എങ്ങനെയാ വെച്ചാൽ, പണ്ടത്തെ ഒരു കാലത്ത് കാട്ടിൽ ഈ ശിവലിംഗം ആരും അറിയാണ്ട് കടന്ന കാലത്ത് ഒരു ആന ആ വഴിക്ക് വന്നപ്പോ ഈ ശിവലിംഗത്തിനോടൊരു താല്പര്യം തോന്നിയിട്ട് അതിനെ പൂജ കഴിക്കാനായിട്ട് അത് തുമ്പിക്കൈയിൽ കുറച്ച് വെള്ളമൊക്കെ നിറച്ച്, കുറച്ച് പൂക്കളൊക്കെ പറിച്ച്, കുറച്ച് പഴങ്ങളൊക്കെ പറിച്ചു കൊണ്ടുവന്നിട്ട് അത് ചീറ്റി വെള്ളം ഒഴിച്ച് പൂവിടും, പുഷ്പമിടും. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോ അത് ഒരു ദിവസം വന്നപ്പോൾ താനിട്ട പൂക്കളൊക്കെ ആരോ ഇങ്ങനെ വകഞ്ഞു മാറ്റിയിട്ടിട്ട് അവിടെ മുഴുവൻ കുറെ കല്ലുകൾ കിടന്നു. ശിവലിംഗത്തിന്റെ മേലെയൊക്കെ തിളങ്ങണ കല്ലുകൾ. ആനയ്ക്ക് മനസ്സിലായില്ല, അതൊക്കെ കോടിക്കണക്കിന് രൂപ വിലയുള്ള വജ്രങ്ങളാണ്, നാഗമാണിക്യങ്ങളായി. അപ്പൊ ആന അതൊക്കെ തുമ്പിക്കൊണ്ട് തട്ടിയിട്ടു. പിറ്റേ ദിവസം വന്നപ്പോൾ വീണ്ടും അവിടെയൊക്കെ കല്ല്. സംഭവം എന്താ വെച്ചാൽ, രാത്രി ആകുമ്പോൾ ഒരു സർപ്പം വന്നിട്ട് പൂജ കഴിക്കും, നാഗമാണിക്യം കൊണ്ട്. അപ്പൊ സർപ്പം വിചാരിക്കുകയാണ്, ഞാനീ കൊണ്ടുവന്നിടുന്നതിനൊക്കെ ആരാണ് ഈ തട്ടി വെറും കല്ലിനെ പോലെ താഴേക്കിടുന്നത്, ഇത് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് സർപ്പം ഒളിച്ചിരിക്കുക. ആനയും നിശ്ചയിച്ചു, ഞാൻ ഈ ഇടുന്ന പൂക്കളൊക്കെ ആരാ നശിപ്പിക്കണം, ഇത് കണ്ടുപിടിക്കണം. അങ്ങനെ രാവിലെ ഇവർ രണ്ടുപേരും കണ്ടുമുട്ടുന്ന സമയത്ത് ആന ഈ കല്ലുകളെ ഇങ്ങനെ മാറ്റുമ്പോൾ സർപ്പം ഒളിച്ചിരുന്നിട്ട് അങ്ങനെ ആനയുടെ തുമ്പിക്കൈന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറി. അത് കയറി മസ്തകത്തിന്റെ ഉള്ളിലെത്തിയപ്പോ ആന ആ പ്രാണവേദനയിൽ തല കൊണ്ട് ആഞ്ഞങ്ങടെ ശിവലിംഗത്തിന് ഇടിച്ചു. അകത്ത് കൊത്തി വിഷം കയറി. ഇടിച്ച ഇടിയിൽ മസ്തകത്തോടു കൂടി ചേർന്നുകൊണ്ട് പാമ്പും മരിച്ചു ചതഞ്ഞിട്ട്. ഈ ഇടിച്ച ഇടിയിൽ ഇതിന്റെ മുകളിൽ ഒരു ചെലന്തി വലി ഉണ്ടായിരുന്നു. ആ ചെലന്തിയോടെ ചേർത്തിട്ടാ ശിവലിംഗത്തിൽ ഇടിച്ചത്. ചെലന്തിയും മരിച്ചു, ആനയും മരിച്ചു, സർപ്പവും മരിച്ചു. 3 പേർക്കും മോക്ഷായി. ചെലന്തിക്ക് സംസ്കൃതത്തിൽ പറയണ ഒരു വാക്കാണ് ശ്രീ. വിഷം എന്നർത്ഥമുണ്ട് ശ്രീക്ക്. അതുകൊണ്ടാണ് ഈ ശ്രീബീജം ചുമ്മാ കയറിയിട്ട് ചെല്ലരുത് പറയും. ശ്രദ്ധിക്കണം, മഹാലക്ഷ്മി ഡബിൾ എഡ്ജ് സോഡ, ഇരുതല മൂർച്ചയുള്ള വാളാണ്. അപ്പോ ശ്രീ കാല ഹസ്തി, കാല സർപ്പം, ഹസ്തി ആന. ഇവർ 3 പേർക്കും മോക്ഷം കിട്ടിയ സ്ഥലമാണ്. ഇത് കേൾക്കണത് തന്നെ രാഹുദോഷം മാറ്റുന്ന പറയാ. രാഹുദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലെ മാലിന്യമാണ്, അത് മനസ്സിലാക്കിയാൽ മതി, അത് പോവും എന്ന് പറയും. അങ്ങനെ കണ്ണപ്പനാരുടെ കഥ കൊണ്ടും ഈ ആനയുടെയും ചെലന്തിയുടെയും സർപ്പത്തിന്റെയും കഥ കൊണ്ടും ഒക്കെ വളരെ വിശേഷപ്പെട്ട ഒരു ക്ഷേത്രം. അവസാനം 5ാമത്തെ ഭൂതസ്ഥലം പ്രസിദ്ധമായിട്ടുള്ള തില്ലൈ നടരാജ ക്ഷേത്രം എന്ന് പേരോട് കൂടിയിട്ടുള്ള ചിദംബരം. ചിദംബരത്തിന്റെ മുകളിൽ ഒരു ശിവക്ഷേത്രം നമുക്ക് പറയാൻ പറ്റില്ല, പറഞ്ഞാൽ അവസാനിക്കില്ല. അനവധി ദിവസങ്ങൾ എടുക്കാം പറയണമെങ്കിൽ തന്നെ. ചിദംബര മഹാത്മ്യം പറയാം, അവരുടെ കാശിയുടെ മഹാത്മ്യം പറയണ പോലെയാണ്. ആകാശത്തിനെ പ്രതിനിധീകരിക്കുന്ന ക്ഷേത്രമാണ്.
പ്രപഞ്ചത്തിന്റെ നൃത്തം, താളം, അടിസ്ഥാന താളം, ആറ്റങ്ങളുടെ ഉള്ളിലുള്ള താളം എന്താണ് എന്ന് നമ്മളിന്ന് പറയണം. ഇന്നിപ്പോ നമ്മുടെ ഈ വലിയ ഹിഗ്സ് ബോസോണിന്റെ ഒക്കെ എക്സ്പെരിമെന്റ് നടക്കണ വേൾഡിലെ ഏറ്റവും വലിയ ലാബറട്ടറികളുടെ സെൻട്രൽ ഹാളില് ഭാരതത്തിൽ നിന്ന് കൊടുത്തിട്ടുള്ള നടരാജ ശില്പമാണ് ഇരിക്കുന്നത്. കാരണം അണുവിന്റെ അടിസ്ഥാന താളം നടരാജ നൃത്തത്തിലാണ് പ്രാചീന ഋഷിമാര് കണ്ടെത്തിയതെന്നുള്ളതാണ്. സയൻസാണ് ഇത് എന്നല്ല, ഋഷിമാര് സഞ്ചരിച്ച വഴി, ആധുനിക ശാസ്ത്രം വരുന്ന വഴി ഏതോ ഒരു പോയിന്റിൽ വെച്ചിട്ട് സന്ധിക്കുകയാണ്. ഒരിക്കലും കയറിയിട്ട് നമ്മുടെ ഹൈന്ദവമായിട്ടുള്ള ധർമ്മത്തിന്റെ അകത്ത് ആ സയൻസ് ഉണ്ട് ഈ സയൻസ് ഉണ്ട് എന്നുള്ള വിഡ്ഢിത്തരം വിളിച്ചു പറയും. ആൾക്കാർ കളിയാക്കുന്നതാണ്. നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമ്മുടെ ഋഷിമാര് അകത്തേക്ക് നോക്കി കണ്ടെത്തിയത് പുറത്തന്വേഷിച്ച് അവർ കണ്ടെത്തുന്നു. അതൊരു പോയിന്റ് എത്തുമ്പോൾ ഏകീകരണം സംഭവിക്കണമെന്ന് മാത്രം. രണ്ടും രണ്ട് മാർഗങ്ങളാണ്. അല്ലാണ്ട് അത് ഇതാണെന്ന് ഒരിക്കലും പറയുന്നു. അത് മഹാ അപകടം. അതിന്റെ ആവശ്യമില്ല. കാരണം അവർക്ക് ഇനിയും കണ്ടെത്താതിരിക്കുന്ന എത്രയോ കാര്യങ്ങൾ ഇവിടെ ഓൾറെഡി കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. അവർ മെല്ലെ കണ്ടെത്തി വരട്ടെ. അതുകൊണ്ട് ആരെയും ഇതാണ് അതിന്റെ പുറകിലെ സയൻസ് എന്നൊന്നും പറഞ്ഞ് കൺവിൻസ് ചെയ്യാനൊന്നും മെനക്കെടാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ഞാൻ നടരാജമൂർത്തിയെ കുറിച്ച് മുമ്പ് പ്രഭാഷണങ്ങൾ ചെയ്തിട്ടുള്ളതും അതുപോലെ തന്നെ ഒരു ലെവൽ 11 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലില് അതിന്റെ വിസ്തരിച്ചിട്ട് ഇതിന്റെ സയൻസ് പറയാൻ വേണ്ടിയിട്ട് അവർ ചോദിച്ചപ്പോൾ ഞാൻ കുറെ കാര്യങ്ങൾ എനിക്ക് എന്റെ കാഴ്ചപ്പാടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിൽ ഞാൻ ചിദംബരത്തിനെ കുറിച്ച് അതിന്റെ കുറെ സ്ട്രക്ചറുകളെ, അതിന്റെ സ്ട്രക്ചറൽ ഡീറ്റെയിൽസിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിലുള്ള ശ്വാസത്തിന്റെ എണ്ണം, ശരീരത്തിലെ നാഡികളുടെ എണ്ണം, കഴുക്കോലിനും അതിലുള്ള ഓടുകളുടെ എണ്ണം വരെ ഇതിന് ഈക്വാലന്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യ ശരീരമാണ് ചിദംബരം എന്ന് പറയാം. അവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഒരു അറയാണ്. കൊടുങ്ങല്ലൂരിലെ അറ പോലെ. കൊടുങ്ങല്ലൂരിലെ പ്രധാന പ്രതിഷ്ഠ ശരിക്കും നമ്മൾ നേരെ നോക്കണ കാളിയല്ല, സൈഡിൽ ഇരിക്കുന്ന ആളാണ്. ആ ആളെ നമ്മൾ സൈഡിൽ നോക്കിയാലേ കാണുള്ളൂ. ആ നമ്മുടെ നേരെയുള്ള നട എന്നും അടച്ചിട്ടുണ്ട്. അത് തുറക്കും തമ്പുരാൻ വരുമ്പോ. പക്ഷെ തമ്പുരാൻ നമസ്കരിച്ച് കിടക്കുകയായിരിക്കും. തമ്പുരാൻ നമസ്കരിക്കുമ്പോൾ തുറക്കും, തമ്പുരാൻ എണീക്കുമ്പോൾ അടയ്ക്കും. അതുകൊണ്ട് തമ്പുരാനും കാണാറില്ല. അത് കണ്ട ഒരാൾ കൊടുങ്ങല്ലൂർ കുഞ്ഞോട്ടം തമ്പുരാനാണ്. അവസാനം അദ്ദേഹം അത് കഴിഞ്ഞ് ഉടനെ പോയിട്ട് ശരീരം വിടുകയാണ് ചെയ്തു. അദ്ദേഹത്തിന് മോക്ഷ സമയമായി. അപ്പൊ അദ്ദേഹത്തിന് മാത്രം അദ്ദേഹം കണ്ടിട്ടുണ്ടെന്നാ പറഞ്ഞു. നേരെ ആ അറ പോലെയാണ് ചിദംബരത്തെ അറ. ആ അറയുടെ അകത്ത് എന്താന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ടാണ് തമിഴില് ഒരു പ്രയോഗമുണ്ട്, ചുരുളറിയാത്ത രഹസ്യങ്ങൾക്ക് ചിദംബര രഹസ്യം എന്ന് പറയും. അതിന്റെ അകത്ത് എന്താന്ന് ആർക്കുമില്ല. തിരുമൂല നായനാരുടെ സമാധിയാണെന്നാണ്, തിരുമന്ദിരം എഴുതിയ തിരുമൂല നായനാരുടെ സമാധിയായിട്ടാണ് അതിനെ പറയുന്നത്. നമ്മൾ അതിന്റെ ഒരു കിളിവാതിലുണ്ടാവും. കിളിവാതിലും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ആ നനുത്ത വിളക്കിന്റെ വെളിച്ചത്തിൽ ഇങ്ങനെ എന്തോ തിളങ്ങണ കാണാം. കൂവളത്തിന്റെ, സ്വർണ്ണക്കൂളത്തിന്റെ ഒരു മാല തൂക്കിയിട്ടുണ്ട്. അതിന്റെ അപ്പുറം എന്താന്ന് ആർക്കും ഇരുട്ടം. അതാണ് നമുക്ക് ആകെ കിട്ടുന്ന ദർശനം. അതിന്റെ തൊട്ട് ഇപ്പൊ ഇതാണ് അറാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ ഇവിടെയാണ് നടരാജൻ, ഇവിടെ ശിവകാമസുന്ദരി. ഇങ്ങനെയാണ് ആ വിഗ്രഹങ്ങൾ വെച്ചിട്ടുള്ളത്. അങ്ങനെ അനവധി ചിദംബര ക്ഷേത്രത്തിനെ കുറിച്ച് അനവധി വിഷയങ്ങൾ പറയാനുണ്ട്. ചിദംബരത്തെ വിഗ്രഹം തന്നെയാണ് ഉത്സവമൂർത്തി. അകത്തുള്ള ബിംബം തന്നെയാണ് പുറത്തേക്ക് എഴുന്നള്ളിക്കുക. അത് ഭഗവാനെ കൊണ്ടുവരുമ്പോ അത് തോളത്തെടുത്തിട്ട് ആട്ടിയാട്ടിട്ട് ആ ചേട്ട ഇങ്ങനെ ആട്ടി വരുന്ന മാതിരി ആ ചേട്ട നൃത്തം, പ്രദോഷ നൃത്തത്തിന്റെ ഒരു ഭാവം വളരെ മനോഹരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഭഗവാനും രഥപ്രയാണമൊക്കെ ഉണ്ട് ചിദംബരത്തിൽ. ജൂൺ ജൂലൈ മാസത്തിലാണ് വരിക. അപ്പോ മനുഷ്യ ശരീരം, ശ്വാസം, പഞ്ചഭൂതങ്ങള്, ആകത്തുക, ഇതെല്ലാമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ ചിദംബരം. പതഞ്ജലി മഹർഷിക്കും വ്യാഘ്രപാദ മഹർഷിക്കും ഭഗവാൻ തിരുനടനം കാണിച്ചു കൊടുത്ത സ്ഥലം എന്നാണ് ചിദംബരത്ത്. ഗുരുവായൂരപ്പൻ പള്ളി കൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ണുനീരണിഞ്ഞിട്ട് സന്തോഷത്തോടുകൂടി ചിരിക്കുന്ന കണ്ടപ്പോ ഭഗവാൻ ഉണരുമ്പോ ചോദിക്കണം എന്ന് കരുതിയിട്ട് ഭഗവാൻ ഒന്ന് ഉണർന്നപ്പോ ആദിശേഷൻ ചോദിച്ചു അത്രേ, ഭഗവാനെ അന്ന് എന്ത് കണ്ടിട്ടാണ് ഇത്ര സന്തോഷമായിട്ട് ചിരിക്കുന്നുണ്ടായിരുന്നത്? ഞാൻ അങ്ങേ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക, അങ്ങയുടെ മുഖം ഇത്രയ്ക്ക് അരുമയായിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഞാൻ മഹാദേവന്റെ നൃത്തം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ എനിക്കത് കാണാൻ ഭാഗ്യം ഉണ്ടാവുകയോ ചോദിച്ചു. കാണണോ നടക്കുകയോ ചോദിച്ചു. അങ്ങനെ കൊടുത്ത ജന്മാത്ര പതഞ്ജലിയുടെ. പതഞ്ജലി വീണ് നമിക്കണമെന്നാണ് വാക്കിന്റെ അർത്ഥം. വീണ് തൊഴുക. എവിടെ ശിവനെ കണ്ടോ അവിടെ വീണ് തൊഴുക. അദ്ദേഹമാണ് അഷ്ടാംഗയോഗത്തിന്റെ പിതാവ്. ചിത്തവൃത്തി നിരോധമാണ് യോഗം നമ്മളെ പഠിപ്പിച്ചതും ആ മഹാത്മാവാണ്. മറ്റേത് അസുരനായിരുന്നു, വ്യാഘ്രപാദൻ. ഘനപ്രകാശം എന്ന് പറയും. ആ ഘനപ്രകാശ മഹർഷി അഥവാ വ്യാഘ്രപാദ മഹർഷി പ്രസിദ്ധനായിട്ടുള്ള അദ്ദേഹം പ്രതിഷ്ഠിച്ചതാണ് വൈക്കവും കടുത്തുരുത്തി ഏറ്റുമാനൂരും. അദ്ദേഹത്തിന്റെ സമാധി സ്ഥാനം വ്യാഘ്രപാദപുരം അഥവാ വൈക്കമാണെന്നാണ്. അദ്ദേഹത്തിനും പതഞ്ജലിക്കും കൂടെ ഭഗവാൻ തില്ലൈ വനത്തിൽ വെച്ചിട്ട് കൊടുത്ത ദർശനം, അത് പണ്ടത്തെ കാലത്ത് മഹർഷിമാർ അവിടെ ഒരു യാഗം ചെയ്തിരുന്നതും
അപ്പോ അവരുടെ ഇടയിൽ അവരുടെ അഹങ്കാരം ശമിപ്പിക്കാൻ ഭഗവാൻ വസ്ത്രങ്ങളില്ലാതെ പ്രത്യക്ഷപ്പെട്ടതും ഋഷിപത്നിമാർ അദ്ദേഹത്തിന് മോഹിച്ചതും അദ്ദേഹത്തിനെ കൊല്ലാൻ വേണ്ടിയിട്ട് അവർ അഗ്നിയിൽ നിന്ന് ആനയും പുലിയെയും ഒക്കെ സൃഷ്ടിച്ചപ്പോൾ ഭഗവാൻ പുലിത്തോല് കീറിയെടുത്ത് ശരീരത്തിലെടുത്തതും ആനത്തോല് കീറി തന്നെ പുതച്ചതും മൊയലകൻ എന്ന് പറഞ്ഞ അസുരനെ ഉണ്ടാക്കിയപ്പോൾ അവനെ കാലിന്റെ കീഴിലിട്ട് ചവിട്ടി അതിന്റെ മുകളിൽ കയറി നൃത്തം ചെയ്തു. ഇതൊക്കെ ചിദംബര നടനത്തിന്റെ വലിയ വലിയ കഥകളാണ്. നമുക്ക് സമയമില്ല, അതുകൊണ്ട് മറ്റൊരവസരത്തിൽ സമയം തരികയാണെങ്കിൽ പറയാം.